വെൽക്കം ബാക്ക് ഗൈസ്. അതെ, വീഡിയോ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് കാലം നാട്ടിൽ പോയിരുന്നു. അതെ, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് നാട്ടിൽ പോയിട്ട് വന്നു. പിന്നെ ഇതിലൊന്നും ശ്രദ്ധിക്കാൻ അധികം പറ്റിയിട്ടുണ്ടായില്ല കുറേ കാരണങ്ങൾ കൊണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 ഇയർ ആയി. അപ്പോൾ ഞങ്ങളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് വന്നേക്കാണ്. ഇപ്പോൾ കുറേ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവിടെ ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ട്. എനിക്ക് തോന്നുന്നു ലുബ്ലിയാനയിലും അതേപോലെ തന്നെ ഇവിടെ ആയാലും കുറേ കുട്ടികൾക്കൊന്നും അപ്പാർട്ട്മെന്റ് കിട്ടുന്നില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനെ പറ്റി വല്ലാണ്ട് അറിയില്ല. അതുപോലെ തന്നെ അത് സെറ്റാക്കി കൊടുക്കുന്നവർ തമ്മിലുള്ള ഇഷ്യൂസ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. സോ നമുക്കറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ മാരിബോർ മെയിൻലി മാരിബോർ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു ബോൾഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് ത്രൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇവിടെ ഒരു അറിയണ ആളില്ലാതെ നാട്ടിൽ നിന്ന് സ്വന്തമായിട്ട് നോക്കിയിട്ട് അങ്ങനെ സെറ്റാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനായിട്ടുള്ള കുറേ കാരണങ്ങൾ എന്താ പറയുക, കുറേ ഇവിടെ എന്നുവെച്ചാൽ ഇവിടെ ഒരാളുണ്ടായിരിക്കണം. അത് നമ്മുടെ ഹൗസ് ഓണറായിട്ട് മീറ്റ് ചെയ്യാനും കോൺട്രാക്ട് സെറ്റാക്കാനും. അതുകൊണ്ടാണ് ഇവിടെ കുറേ നമ്മുടെ സീനിയേഴ്സ് അല്ല, ഇവിടെ ഇതിന് മുന്നേ ഉണ്ടായ ത്രൂ ആണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഫൈൻഡ് ചെയ്തത്. സോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്റ്റുഡൻസും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഫ്രണ്ട്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാട്ടിലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട്, ഇവിടെ വരാനിരിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് നാട്ടിൽ നിന്ന് നേരിട്ട് ബോൾഹ ത്രൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇതിന്റെ റേഞ്ച് നമുക്ക് എത്ര, പക്ഷെ എങ്ങനെയായിരിക്കും അപ്പാർട്ട്മെന്റ്, ഏതൊക്കെ റേഞ്ചിൽ കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് ആ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ ആപ്പിന്റെ സെയിം ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പാർട്ട്മെന്റ്സ് നമ്മൾ കൊടുക്കുന്നു. മാരിബർ അപ്പാർട്ട്മെന്റ് അങ്ങനെ എന്തോ ആണ്, ഫോർ റെന്റിനോ അങ്ങനെ എന്തോ ആണ്. ഈ ബോൾഹയിൽ വരുന്ന എല്ലാം ഈ ടെലഗ്രാം ഗ്രൂപ്പിലും വരും. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വരാനിരിക്കുന്ന പിള്ളേർക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. പിന്നെ അക്കോമഡേഷൻ സെറ്റാക്കി കൊടുക്കുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ എന്താ പറയുക സ്റ്റുഡൻസിന് ചെയ്യാണ്ടാവും. മേ ബി ചിലപ്പോൾ അവരെ ക്ലാസ് കട്ട് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചിലപ്പോൾ ഇതാക്കിയിട്ടായിരിക്കും. അതിനനുസരിച്ച് അവർ ഒരു പേയ്മെന്റ് ഈടാക്കുന്നതാണ്. അത് സർവ്വസാധാരണമാണ്. കാരണം പെർ ഹെഡ് തന്നെ ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് വരണമെങ്കിലും സിംഗിൾ ആയിട്ടാണ് വരണമെങ്കിലും ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അവർ പൈസ വാങ്ങിക്കും. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ വരാൻ. അല്ലാതെ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ കംപ്ലൈന്റ് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. സോ ചിലപ്പോൾ അത് ന്യായമായിട്ടുള്ള വിലയായിരിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കാം. അതൊക്കെ നമ്മൾ നോക്കി കണ്ടും ആദ്യമേ ചെയ്യണം. ആദ്യം തന്നെ നിങ്ങൾ അത് പറഞ്ഞ് സംസാരിച്ച് ഫിക്സ് ചെയ്യുക ഒരു എമൗണ്ട് എത്രയെന്നുള്ള കരുതിയിട്ട്. അതെ. സോ ഞങ്ങളും അങ്ങനെ പെർ ഹെഡ് ഞങ്ങളൊരു 10 പേരാണ് ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നത്. ആ സമയത്ത് ഇവിടെ ആരും എത്തിയിട്ടില്ല എക്സെപ്റ്റ് 1 or 2 person. പക്ഷേ ഞങ്ങൾ പെർ ഹെഡ് 10 പേരും ഓരോരോ എമൗണ്ട് വെച്ചിട്ട് ഫിക്സ്ഡ് എമൗണ്ട് ആയിരുന്നു. അത് ഞങ്ങളുടെ ഞങ്ങളെ ഇവിടേക്ക് ബ്രോക്കർ ഏജന്റിന് കൊടുത്തു. അപ്പോൾ ആളാണ് ഞങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് ശരിയാക്കി തന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാം ആ ഏജന്റ് ത്രൂ ആയിരുന്നു. അതായത് ഞങ്ങൾ റെന്റ് പേ ചെയ്തിരുന്നതും എല്ലാം ആ ഏജന്റ് ത്രൂ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങൾ കൂടുതലും മറ്റേ ലാൻഡ്ലോഡായിട്ട് ഡയറക്റ്റ്. അതെ, ഇവിടെ വന്ന ലാൻഡ്ലോഡായിട്ട് എല്ലാം ലാൻഡ്ലോഡായിട്ട് നേരെ ചെയ്യാനായിട്ട് നോക്കുക. ഏജന്റ് നമ്മളിവിടെ വന്ന് കിട്ടണ വരെ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നേരെ ലാൻഡ്ലോഡ്. അത് കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും അവരൊരു ഫീസ് ഈടാക്കും. ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ഗ്രൂപ്പായിട്ടാണോ മേ ബി അത് അനീതി ആയിരിക്കാം. പക്ഷെ നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ അപ്പാർട്ട്മെന്റ് വേണം. അവരും ഒരു എഫോർട്ട് എടുക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ.
അടുത്തായിട്ടുള്ളൊരു ബോൾഹ പോലത്തെ തന്നെ ഒരു ആപ്പാണ് നെപ്രിമിച്ച്നീമെന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ. അതിന്റെ സൈഡിൽ സൈറ്റിൽ കൊടുക്കാം. പ്രൊനൗൺസിയേഷൻ ശരി പാടാണ്. ബോൾഹ പോലത്തെ തന്നെ ഒരു ആപ്പാണ്. അതിന്റെ കുറെ ഏജൻസീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കുറേ ഏജൻസീസ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പാർട്ട്മെന്റ് ഫൈൻഡ് ചെയ്ത് തരുന്ന കുറെ ലോക്കലായിട്ടുള്ള ഏജൻസീസ് ഉണ്ട്. അതുവരെ നിൽക്കാൻ വേണമെങ്കിൽ ഇത് ഹോസ്റ്റല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ 15 യൂറോ അങ്ങനത്തെ ഒരു ഇതുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് പിള്ളേർക്ക് ഒന്നും സെറ്റ് ആക്കാതെ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഇപ്പം അഥവാ എന്തെങ്കിലും ഇവിടെ ചെന്ന് പെടുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അവിടെ കുറേ ഹോസ്റ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ അതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നവരടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരു മാസത്തേക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ഹോസ്റ്റൽസ് ഒക്കെ കാരണം അങ്ങനെ കുറേ പിള്ളേരോട് നിന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പരിചയമുള്ളവർ. പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പോൾ ഒന്നും സെറ്റ് ആവാത്തവർ അങ്ങനെ നോക്കിയിട്ട് പിന്നെ അക്കോമഡേഷൻ സെറ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ താരതമ്യേന ഇപ്പോൾ അക്കോമഡേഷൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് വേറെ അക്കോമഡേഷൻസ് ഒന്നും സെറ്റ് ആയിട്ടില്ല. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയിരുന്നു ഇത്രയും നാള്. വിൻ്ററിൻ്റെ എൻഡാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. സ്പ്രിംഗ് സ്റ്റാർട്ട് ആവാറായി. സോ ഇവിടെ കുറേ പുതിയ പിള്ളേർ വന്നിട്ടുണ്ട്. സോ നിങ്ങളോട് സംസാരിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് മുന്നേ ചെയ്തിട്ട് മേ ബി ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും ജസ്റ്റ് ഒരു കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ഒക്കെ കിട്ടുമ്പോൾ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കറക്റ്റായിട്ട് വായിച്ചു നോക്കാം. എത്ര നാളത്തേക്കാണ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ആദ്യമേ ചോദിച്ചു വെക്കാൻ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ. ഇപ്പം ഞങ്ങൾ ചോദിച്ചിരുന്നു. ഞങ്ങൾക്ക് 1 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ 1 മാസം മുന്നേ നമ്മൾ ഇൻഫോം ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾ മാറിയിട്ടില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് മാറിയിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഫോർവേഡ് ആക്കാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ. സോ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളുടെ അറിയുന്ന കുറച്ച് പേര് ഇങ്ങനെ ഈ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് തരാം. അവർ ഇതുപോലെ തന്നെ അവരുടെ കമ്മീഷൻ എന്തായാലും അവർ വാങ്ങും. അത് ഒരു ന്യായം ആണ് ഗൈസ്. അത് നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളും വാങ്ങും. കാരണം ഇവിടെ ജീവിച്ചു പോകണ്ടേ ഒരാൾക്ക്. ഇപ്പോൾ ഒരു ഇഫ് യു നോ യു നോ. അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുള്ളവരായിരിക്കും. അപ്പോൾ ഇവിടെ എത്ര പൈസ കിട്ടുമോ അത് ഇപ്പം ഇവിടെയല്ല എവിടെയാണെങ്കിലും എത്ര പൈസ കിട്ടിയാലും അതിന് നമുക്ക് ആവശ്യങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഒരു ഫാമിലിയിൽ നിന്നാണ് ഒരു സ്റ്റുഡൻറ്റ് ഇവിടേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഇഷ്യൂ ഫേസ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷെ മാക്സിമം ഇവിടെ വരുന്ന പിള്ളേരൊക്കെ സ്റ്റുഡൻറ്റ് ലോൺ എടുത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ലോൺ അല്ലെങ്കിൽ ഗോൾഡ് ലോൺ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് അവരുടെ നീഡ്സ് ചിലപ്പോൾ മാസം വീട്ടിലേക്ക് പൈസ അയക്കേണ്ടവരായിരിക്കാം. സോ നമ്മുടെ നീഡ്സ് നടന്നു പോകണമെങ്കിൽ നമുക്ക് പൈസ തന്നെ വേണം. സോ അങ്ങനെ അപ്പോൾ എല്ലാവരും അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക. ഇനിയിപ്പോൾ എന്താ അത്ര തന്നെയുള്ളൂ. ഒരു വീഡിയോ ഒരിക്കലും ലോങ് ആക്കണമെന്ന് വിചാരിച്ചല്ല. സംസാരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ വീഡിയോ നീണ്ടു പോകുന്നതാണ്. ഇതാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ള മെസ്സേജ്. ഇതൊരു 100 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ സൈഡൊക്കെ നല്ല ഏരിയയാണ് ഗൈസ്. ഇവിടെ ഉള്ള ഒരു മെയിൻ പാർക്ക് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. ഒരു 2 മിനിറ്റ് നടന്നാൽ മതി. കുറച്ച് ചെറുതായിട്ടൊക്കെ തണുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതിപ്പോ ഈവനിങ് ടൈമാണ്. അപ്പം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടെമ്പറേച്ചർ ഒന്നും കൂടി ഡൗൺ ആവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നമ്മുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഉണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഡൗൺ ചെയ്യാം. പിന്നെ വീണ്ടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും കുറേ കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം
എനിക്കിവിടെ കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇച്ചിരി തിരക്കിലാണ്. ഇപ്പോൾ എപ്പോഴും ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഒന്നല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഇവളോ ആയിട്ട് എന്തെങ്കിലും ഒരു റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഞാൻ ഒരു ജാടയാണ് അതാണ് ഇങ്ങനെയൊന്നും വിചാരിക്കരുത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ്.